ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ഈശ്വരൻ എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷെ പലപ്പോഴും ജനങ്ങളെ മറന്നുകൊണ്ട് ജനാധിപത്യത്തിൽ നേതാക്കളും ഭരണകൂടവും പ്രവർത്തിക്കുമ്പോൾ ജനം അവരെ വെട്ടിനിരത്തുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അത് കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ബംഗാളിലായാലും അത് കണ്ടതാണ്. ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും ശക്തിയായിരുന്ന CPM-ൻ്റെ മുഖം കേരളമായിരുന്നു. അവിടെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിലംപതിച്ചിരിക്കുന്നു. തമിഴ്നാട്ടിൽ ഏറെ ശക്തനായിരുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെയും പ്രമുഖനായിരുന്ന സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള DMK സർക്കാർ നിലംപതിച്ചിരിക്കുന്നു. ബംഗാളിൽ ഒരുപക്ഷെ ബംഗാൾ സിംഹിനിയായി അറിയപ്പെട്ടിരുന്ന മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും തോറ്റമ്പിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ജനങ്ങളുടെ ഒരു വിധിയെഴുത്ത് എങ്ങനെയാണ് എന്ന് ഒരു പക്ഷേ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കേരളത്തിൻ്റെ കാര്യമെടുത്താൽ 99 സീറ്റ് നേടി വൻ ഭൂരിപക്ഷത്തിന് അധികാരത്തിലേത് എത്തിയ രണ്ടാം പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ്. കൊടുങ്കാറ്റ് അല്ലെങ്കിൽ അതിനു മേലെ ഒരു സുനാമി ആയിട്ട് കേരള രാഷ്ട്രീയത്തിൽ തിരിച്ചടിക്കുകയാണ് ചെയ്തത്. അത് സർക്കാരിനെ ചൊല്ലിയുള്ള പല കാര്യങ്ങളും പ്രതിപക്ഷം ആരോപിച്ചത് പോലെ ശബരിമല അഴിമതി മുതൽ സർക്കാരിൻ്റെ നേതാക്കളുടെ ധാർഷ്ട്യം, അതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ ജനം വലിയ രീതിയിൽ ഭരണകൂടത്തിന് അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരിനെതിരെ തിരിഞ്ഞതിൻ്റെ ഏറ്റവും വലിയ ചരിത്ര വിജയം ലഭിച്ചത് UDF-നാണ്. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ 1960 63 സീറ്റ് കിട്ടിയിരുന്നു. അതിനുശേഷം ഒരുപക്ഷെ ഈ 102 സീറ്റോടെ ഈ UDF അധികാരത്തിൽ വരുന്നത് ഇതാദ്യമായിട്ടായിരിക്കും. കാരണം UDF എന്ന സംവിധാനം വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിജയമാണ്. 100 സീറ്റോടെ 2001 AK ആൻ്റണിയുടെ നേതൃത്വത്തിൽ AK ആൻ്റണി മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തിയ ശേഷം 102 സീറ്റ് നേടുക UDF. അതിൽ 63 സീറ്റ് കോൺഗ്രസ്സിന്, 23 സീറ്റ് മുസ്ലിം ലീഗിന് നേടുന്ന തരത്തിലേക്ക്. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 7 സീറ്റ്, പിന്നെ പ്രധാനപ്പെട്ട പാർട്ടികളുടെയൊക്കെ നേതാക്കളൊക്കെ ജയിച്ചു വന്നിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം, കേരള കോൺഗ്രസിനെ ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടം തന്നെയാണ്. എന്ന് മാത്രമല്ല CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ശക്തിദുർഗങ്ങൾ, കോട്ടകളൊക്കെ നിലംപൊത്തി എന്നുള്ളതാണ്. തകർന്നു വീഴുന്ന അവസ്ഥ. ഒരുപക്ഷെ കണ്ണൂർ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്നു. ഒരുപക്ഷെ ഒരു സീറ്റിന് അവിടെ കണ്ണൂരിൽ വേണമെങ്കിൽ LDF-ന് ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ടെന്ന് പറയാം. പക്ഷെ അവരുടെ പരമ്പരാഗത കോട്ട കൊത്തളങ്ങളെ തകർത്തുകൊണ്ടാണ് UDF അവിടെ വിജയിച്ചത്. പ്രത്യേകിച്ച് UDF വിജയിച്ചു എന്ന് പറയുമ്പോൾ CPM-നുള്ളിൽ നിന്ന് തന്നെ കലാപമുണ്ടായി എന്ന് മനസ്സിലാക്കേണ്ടി വരും. കാരണം 2 സ്ഥാനാർത്ഥികൾ തളിപ്പറമ്പിലും അതുപോലെ തന്നെ പയ്യന്നൂരിലും രണ്ടുപേരും തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ CPM-ൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. TK ഗോവിന്ദൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. അദ്ദേഹമാണ് പാർട്ടി സെക്രട്ടറിയുടെ CPM പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ PK ശ്യാമളയെ, ഒരു പാർട്ടിയുടെ വലിയ നേതാവായിരുന്ന അവരെ വലിയ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുത്തിയത്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ എന്ന ഈ രക്തസാക്ഷിയുടെ പേരിൽ അഴിമതി നടത്തിയെന്ന ആരോപണവുമായി വന്ന സഖാവിനെതിരെ അവിടെ പാർട്ടി നേതൃത്വം തിരിഞ്ഞു. പക്ഷെ ജനങ്ങളും അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികളും സ്വീകരിച്ചത് കുഞ്ഞികൃഷ്ണനെയാണ്. G സുധാകരൻ ആലപ്പുഴയിൽ അതുപോലെ തന്നെ G സുധാകരൻ പാർട്ടിയുമായി തെറ്റിയാണ് സ്വതന്ത്രനായിട്ട് UDF പിന്തുണയോടെ മത്സരിച്ചത്. G സുധാകരൻ ജയിച്ചു. ഒരുപക്ഷെ ഈ 3 പേരുടെ വിജയം CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും സ്വീകരിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒപ്പം തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചരിത്ര റെക്കോർഡിട്ടതാണ് തുടർഭരണം വാങ്ങിക്കൊണ്ടുവന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ ധർമ്മടത്ത് 1,00,000-ലേറെ വോട്ടിന് ജയിച്ച പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ റൗണ്ടുകളിൽ 6ാം റൗണ്ട് വരെ പിറകിൽ നിൽക്കുന്നൊരവസ്ഥയുണ്ടായി. പിന്നീട് അദ്ദേഹം ജയിച്ചു എന്നുള്ളത് ശരിയാണ്. ഒരുപക്ഷെ പിണറായിയെ മാത്രമല്ല കേരളത്തെ ആകെ ഞെട്ടിച്ചതാണ് ആ തരത്തിലുള്ള ഒരു ജനവിധി. അപ്പോൾ ഇത് പല ജില്ലകളിലും ഈ CPM-നും ഇടതുപക്ഷത്തിനുമെതിരെ ഒരു ആഞ്ഞടിച്ച റിസൾട്ടാണ് ഉണ്ടായത്. കണ്ണൂരിൽ ഒരു സീറ്റ് 6ഉം 5ഉം എന്നായിരുന്നെങ്കിൽ കോഴിക്കോടും വലിയ രീതിയിൽ ഒരു സീറ്റ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് കൊണ്ടാണ് കോഴിക്കോട് UDF വിജയം ആഘോഷിച്ചത്. 5 ജില്ലകളിൽ UDF തൂത്തുവാരി. LDF-ന്
CPM ഒരു സീറ്റ് പോലും ലഭിച്ചില്ല. വയനാട് 3 സീറ്റുകൾ UDF നേടി, 3 സീറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ, 3ഉം നേടി. ഒപ്പം തന്നെ എറണാകുളത്ത് 14 സീറ്റിൽ 14 സീറ്റും നേടി. ഇടുക്കിയിൽ, അതുപോലെ തന്നെ കോട്ടയത്ത് അടക്കമുള്ള ഈ ജില്ലകളിലൊക്കെ സീറ്റുകൾ തൂത്തുവാരിക്കൊണ്ടാണ് 5 ജില്ലകൾ സ്വന്തമാക്കിയത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു തൂത്തുവാരിൽ ഒരുപക്ഷെ ഇടതുപക്ഷമല്ല, UDF പോലും കോൺഗ്രസ് പോലും പ്രതീക്ഷിച്ചതല്ല. ആ തരത്തിലുള്ള വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. കോട്ടയത്തും ഇടുക്കിയിലും എറണാകുളത്തും വയനാടും ഒക്കെ സംഭവിച്ചത് അതാണ്. ആ ഒരു എന്താ പറയുക, വലിയ രീതിയിലുള്ള തേരോട്ടത്തിൽ. പിന്നെ മലപ്പുറത്തിൻ്റെ കാര്യം പറയണ്ട, മലപ്പുറം തൂത്തുവാരി UDF എല്ലാ 16 സീറ്റുകളും UDF നേടി. അപ്പോൾ 5 ജില്ലകളിൽ എല്ലാ സീറ്റുകളും ഒലിച്ചുപോയി. CPM-നെ സംബന്ധിച്ചിടത്തോളവും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കേരള കോൺഗ്രസ്സുകളുടേതാണ്. കേരള കോൺഗ്രസ്സിലെ UDF-നൊപ്പം നിന്ന കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ 8 സീറ്റിൽ മത്സരിച്ചു, 7 സീറ്റിൽ വിജയിച്ചു. പക്ഷേ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടായത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനാണ്. അവർ മുന്നണി മാറ്റത്തിൻ്റെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ അതിലെ പാർട്ടിയിലെ തന്നെ അഭിപ്രായ ഭിന്നത കൊണ്ടാവാം അവർ ആ തീരുമാനം നടപ്പിലാക്കിയില്ല. എന്തായാലും 12 സീറ്റിൽ മത്സരിച്ച് 12 സീറ്റിലും തോൽക്കുന്ന അവസ്ഥയുണ്ടായ അവരുടെ നേതാക്കളായ ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിൻ, മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കം പരാജയപ്പെടുന്ന അവസ്ഥയുണ്ടായി. പിന്നെ ഇതൊക്കെ ഈ ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ തരത്തിലുള്ള വികാരമാണ് ആഞ്ഞടിക്കുന്നത്. എന്തായാലും ഇതൊക്കെ തിരിച്ചു വരാൻ സാധിക്കും. അത് കേരള ചരിത്രത്തിൽ കണ്ടതാണ്. UDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 41 സീറ്റിൽ ഒതുങ്ങിപ്പോയതാണ്. 2 തവണയായിട്ട് അവർ തോറ്റ് അമ്പിയതാണ്. പക്ഷേ ഇപ്പോഴത്തെ തിരിച്ചുവരവ് ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു തിരിച്ചുവരവായി മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആര് എന്നുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട്. 3 പേരുടെ പേരാണ് മുന്നിലുള്ളത്. KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും 3 പേർ. അതിൽ സീനിയോറിറ്റി കൊണ്ട് രമേശ് ചെന്നിത്തലയാണ് മുന്നിൽ നിൽക്കുന്നത്. രമേശ് ചെന്നിത്തല ഒരുപക്ഷെ KC വേണുഗോപാലിനേക്കാൾ VD സതീശനേക്കാൾ സീനിയറാണ്. നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു. തിരിച്ച് KCയെ സംബന്ധിച്ചിടത്തോളം KC വേണുഗോപാൽ ഇപ്പോൾ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാവാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ KC വേണുഗോപാൽ ഒരുപക്ഷെ MLA-മാരുടെ കണക്കെടുക്കുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ MLA-മാർ പിന്തുണയ്ക്കുന്നത് KC വേണുഗോപാലിനെയാണ്. ബഹുഭൂരിപക്ഷം KC വേണുഗോപാലിനോടൊപ്പമാണ്. അപ്പോൾ MLA-മാരുടെ അഭിപ്രായമാണ് ഒരു ചൂണ്ടുപലകയെങ്കിൽ അതിൽ KC വേണുഗോപാലിനാണ് സാധ്യത. സീനിയോറിറ്റി മാനദണ്ഡമാക്കുമെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കാണ് സാധ്യത. പക്ഷേ ഇതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് കഴിഞ്ഞ 5 വർഷം ഈ കോൺഗ്രസിനെയും UDF-നെയും നയിച്ചത് VD സതീശനാണ്. രമേശ് ചെന്നിത്തലയിൽ നിന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്ത് ഇത്രയും വലിയ തിളക്കമാർന്ന വിജയം കൊണ്ടുവന്നു എന്നുള്ള അവകാശവാദം VD സതീശന് ഉന്നയിക്കുക. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആവട്ടെ എന്നുള്ള തരത്തിലുള്ള വാദം വരാം. അപ്പം അതുകൊണ്ട് 3 പേരും ഒരുപോലെ അർഹരാണ്. ഇതിൽ ഫൈനൽ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അവരുടെ ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികൾ ഇവിടെ വരും. MLA-മാരോട് സംസാരിക്കും, MP-മാരോട് സംസാരിക്കും, നേതാക്കളോട് സംസാരിക്കും. തുടർന്ന് ഇത് ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നേരത്തെ സോണിയാഗാന്ധിയുടെ പേരായിരുന്നെങ്കിൽ ഇന്ന് രാഹുൽ ഗാന്ധി അവസാന തീരുമാനമെടുക്കും. അപ്പോൾ MLA-മാരുടെ അഭിപ്രായങ്ങൾ എടുക്കുകയാണെങ്കിൽ KC വേണുഗോപാലിനാണ് സാധ്യത. ഇനി എന്താണ് രാഹുൽ ഗാന്ധിയുടെ മനസ്സിലെന്നറിയില്ല. കാരണം ഫൈനൽ ഡിസിഷൻ രാഹുൽ ഗാന്ധിയുടേതായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാഹുൽ ഗാന്ധി തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് കൂട്ടായ ചർച്ചയിലൂടെ ആയിരിക്കും രാഹുൽ ഗാന്ധി നേതൃത്വത്തെ പ്രഖ്യാപിക്കുക. എന്തായാലും 3 പേരും മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹരാണ്. അതിൻ്റെ പേരിലുള്ള ഫ്ലെക്സുകളും വാദപ്രതിവാദങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ 3 പേര് ഏതാണ്ട് മൗനം പാലിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല സീനിയോറിറ്റി മാനദണ്ഡമാക്കണമെന്ന് പറയാതെ പറഞ്ഞിട്ടുണ്ട്. KC ആണെങ്കിലും ഞാൻ MLA-മാർ ഭൂരിപക്ഷം പിന്തുണച്ചാൽ തയ്യാറാണെന്ന് പറഞ്ഞിരിക്കുന്നു. VD സതീശൻ പറഞ്ഞിരിക്കുന്നത് 5 വർഷം എന്നെ ഏൽപ്പിച്ചത് ഭംഗിയായി ഞാൻ നിർവഹിച്ചു, ഇനി കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കട്ടെ. എല്ലാവരും തങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. മുസ്ലിം ലീഗാണ് VD സതീശന് അനുകൂലമായിട്ട് ഒരു നീക്കം നടത്തിയത്. പിന്നീട് ഇപ്പോൾ മുസ്ലിം ലീഗും കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നുള്ള നിലപാടിൽ നിൽക്കുകയാണ്. ഹൈക്കമാൻഡ് ചോദിച്ചാൽ ഞങ്ങൾ അഭിപ്രായം പറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ ഇതൊക്കെ നടക്കുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷത്ത് ഈ ഇത്രയും വലിയ തോൽവിയുണ്ടായ സാഹചര്യത്തിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് ചോദ്യമുണ്ട്. ഒരു പക്ഷേ ഏറ്റെടുക്കാതിരിക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ KN ബാലഗോപാലായിരിക്കും. ധനകാര്യമന്ത്രിയായിരുന്ന ബാലഗോപാൽ കൊട്ടാരക്കരയിൽ നിന്ന് ജയിച്ചു വന്നിട്ടുണ്ട്.
ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും KN ബാലഗോപാലിനാണ് സാധ്യത ഉള്ളത്. 26 സീറ്റുകളിലാണ് CPM ജയിച്ചിട്ടുള്ളത്. CPI 8 സീറ്റുകളിൽ, RJD ഒരു സീറ്റിലും വേറൊരു സീറ്റുമുണ്ട്. ഇപ്പോൾ എല്ലാം കൂടി 35 സീറ്റിലാണ് LDF വിജയിച്ചിട്ടുള്ളത്. ഇതിൽ ഒരുപക്ഷെ LDFിൻ്റെ 35 സീറ്റ് നേടിയെങ്കിലും അതിനേക്കാൾ ഗ്ലാമറസ് ആയിട്ടുള്ള പ്രകടനം നടത്തിയത് BJP ആണ്. BJP ഇതുവരെയുള്ള കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു തവണ മാത്രമേ ഇതിനു മുമ്പ് ജയിച്ചിട്ടുള്ളൂ. അത് രാജഗോപാൽ നേമത്ത് ജയിച്ചതാണ്. പക്ഷെ ഇത്തവണ ഇതാദ്യമായി 3 സീറ്റുകളിൽ BJP ജയിച്ചു എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. അവർക്ക് ഒരുപക്ഷെ സീറ്റുകൾ കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. 0 മുതൽ 5 വരെ സീറ്റ് പ്രവചിച്ചെങ്കിലും പലരും വിചാരിച്ച 1 സീറ്റോ 2 സീറ്റിൽ ഒതുങ്ങുന്നതാണ്. പക്ഷേ 3 സീറ്റ് ലഭിച്ചു. അതിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ നേമത്ത് നിന്ന് നല്ല ഒരു എന്താ പറയുക ഇത്രയും ടൈറ്റ് മത്സരത്തിൽ അധികം വിജയിച്ച് കയറിയിരിക്കുന്നു. മന്ത്രിയായിരുന്ന V ശിവൻകുട്ടിയെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ശബരിനാഥനെയുമാണ് തോൽപ്പിച്ചത്. മുൻ സ്പീക്കർ G കാർത്തികേയൻ്റെ മകനാണ് ശബരി. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു വലിയതാണ്. എന്ന് മാത്രമല്ല മുൻ സംസ്ഥാന പ്രസിഡന്റ് BJPയുടെ V മുരളീധരൻ കഴക്കൂട്ടത്ത് കടുത്ത മത്സരത്തിൽ ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും കഴക്കൂട്ടത്ത് വിജയിച്ച് ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു. കഴക്കൂട്ട് ആദ്യമായിട്ടാണ് BJP പിടിച്ചെടുക്കുന്നത്. ഒരുപക്ഷെ അതിനോടൊപ്പം തന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. ചാത്തന്നൂർ BB ഗോപകുമാർ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചു. അപ്പോൾ 3 സീറ്റ് നേടി, പലയിടത്തും 2-3 സീറ്റും നേടി കടന്നു വന്ന BJP ആണ് ബംഗാളിൽ ഇപ്പോൾ അധികാരത്തിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അടുത്ത 10 വർഷം BJP കേരളത്തിൽ ഫോക്കസ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ വേണ്ട. അതുകൊണ്ടാണ് ഇതേക്കുറിച്ച് വലിയ തരത്തിലുള്ള ഈ തോൽവി ഞെട്ടിക്കുന്നതാണ്. വലിയ രീതിയിൽ ഞങ്ങൾ പുനഃപരിശോധന നടത്തുമെന്ന് CPM നേതാക്കൾ പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനിയും അധികം രാജിവെച്ചു. അദ്ദേഹം ഇനി സംസാരിക്കാനിരിക്കുന്നതേ ഉള്ളൂ. CPMൻ്റെ യോഗങ്ങൾ നടക്കും. CPM ഒരു മാറ്റത്തിന് തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഫ്ലെക്സ് ബോർഡുകൾ വന്നിട്ടുണ്ട്. P ജയരാജൻ്റെയും സ്വരാജിൻ്റെയും അടക്കമുള്ള നേതാക്കളുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് ഇപ്പോഴുള്ള നേതൃത്വം മാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്തായാലും CPMൻ്റെ നേതൃയോഗങ്ങളിൽ ഇത് വലിയ ചർച്ചയാവും. പിന്നീട് വരുന്ന പാർട്ടി തെരഞ്ഞെടുപ്പുകളിൽ ഇത് വലിയ ചർച്ചയാവും. ആരൊക്കെ ഉയർന്നു വരുമെന്നറിയില്ല. എന്തായാലും CPM ഒരു വലിയ തലമുറ മാറ്റത്തിനും വലിയ രീതിയിലുള്ള ദിശാമാറ്റത്തിനും പ്രത്യയശാസ്ത്രപരമായ അഴിച്ചുപണിക്കും തയ്യാറാവും എന്നാണ് മനസ്സിലാക്കേണ്ടത്. CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയാണ്. ബേബിയെ സംബന്ധിച്ചിടത്തോളം ബേബിയിലേക്ക് കൂടി ഇത് ഉറ്റുനോക്കും. കാരണം ബേബി ഒരു ചരിത്ര നിമിഷത്തിൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തകർച്ച നേരിട്ട് ഇരിക്കുകയാണ്. ഒരു സംസ്ഥാനത്തും ഭരണമില്ല. നേരത്തെ ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും ഭരണമുണ്ടായിരുന്നൊരു പാർട്ടി ഒരു സ്ഥലത്തും ഭരണമില്ലാത്ത അവസ്ഥയിൽ. അപ്പോൾ പാർട്ടിയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഒരു അഴിച്ചുപണിക്ക് അല്ലെങ്കിൽ ഒരു വളരെ ശക്തമായൊരു മാറ്റത്തിന് തയ്യാറാവുമോ എന്നുള്ള ചോദ്യം ഉയരുകയാണ്. ഒരുപക്ഷെ AK ആൻ്റണി ഈ മണിക്കൂറുകളിൽ സംസാരിച്ചത് അതിൽ ധ്വനിയുണ്ട്. അദ്ദേഹം പറഞ്ഞത് LDF തകർന്നു കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, കോൺഗ്രസിന് താല്പര്യമില്ല, കേരളത്തിന് താല്പര്യമില്ല. LDF ഇവിടെ ഉണ്ടാവണം എന്ന് വെച്ചാൽ LDF ഈ തകർച്ചയിൽ നിന്ന് കരകയറണമെന്ന് ഇടതുപക്ഷത്തിലെ ആൾക്കാർ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, അദ്ദേഹത്തെ അവരെ എതിർക്കുന്ന ആൾക്കാർ കൂടി ചിന്തിക്കുന്നു. കാരണം ഇവിടെ ഒരു വർഗീയ ധ്രുവീകരണം ഇല്ലാതിരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ശക്തമായി കേരളത്തിൽ ഉണ്ടാവണം എന്നുള്ള ആവശ്യം തന്നെയാണ് എതിർപക്ഷത്തു നിന്ന് പോലും ഉയരുന്നത്. അതുകൊണ്ട് കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയും ചലഞ്ചും അതുപോലെ തന്നെ ആവശ്യകതയുമാണ് CPMൻ്റെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നത്. അവർ ചരിത്രത്തോട് നീതി കാണിച്ചുകൊണ്ട് ഇതനുസരിച്ച് നട്ടെല്ലോടെ ഉയർന്നു നിൽക്കാൻ തയ്യാറാവുമോ എന്നുള്ള ചോദ്യമുണ്ട്. എന്തായാലും CPMൻ്റെ നേതൃത്വത്തിൻ്റെ ശൈലിയെക്കുറിച്ചുള്ള വലിയ തിരിച്ചടിയാണ് ജനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശൈലി മാറ്റമില്ലാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരുപക്ഷെ CPMൽ കുറേ കാലമായി ഒരു കണ്ണൂർ ശൈലിയിലാണ് പോകുന്നത്. അത് VS ആയാലും പിണറായി ആയാലും അവരുടെ നേതൃത്വത്തിൽ പാർട്ടി വന്നതിന് ശേഷം പാർട്ടിക്ക് വളരെ ഒരുപക്ഷെ CPMൻ്റെ ശൈലിയിൽ കാഡർ ബേസ്ഡ് പാർട്ടിയിൽ അങ്ങനെയുള്ള നിലപാടുകൾ വേണ്ടി വന്നേക്കാം. പക്ഷെ അത് എത്ര വരെ അത് ജനങ്ങളെ വെറുപ്പിക്കുന്ന തരത്തിലേക്ക് പോയാൽ ഇതെങ്ങനെ സ്വീകരിക്കും? ഇവിടെ പാർട്ടി അണികൾക്ക് പോലും അത് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള തരത്തിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ശൈലി മാറ്റത്തോടെ ജനങ്ങൾ പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടൊരു സോഷ്യലിസ്റ്റുകളായിട്ടുള്ള ഡെമോക്രാറ്റുകളായി മാറാൻ, ജനാധിപത്യ വിശ്വാസികളായിട്ട് മാറാൻ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിനും അതിലെ അണികൾക്ക് സാധ്യമാണ്. കമ്മ്യൂണിസ്റ്റ് അണികൾ കുറച്ചും കൂടിയും ജനങ്ങളുമായി ബന്ധപ്പെടുന്നവരാണ്. പക്ഷേ നേതൃത്വത്തിലിരിക്കുന്നവർ
ജനങ്ങളിൽ നിന്ന് അകന്നുപോയി എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് തിരിച്ച് കുത്തിയവരിൽ എതിരാളികൾ മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാർ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ട് എന്നുള്ളതാണ്. സച്ചിദാനന്ദൻ മാഷെ പോലെയുള്ള സാംസ്കാരിക നായകർ തന്നെ പറഞ്ഞു, ഇനി CPM ഇടതുപക്ഷ അധികാരത്തിൽ വരേണ്ടതില്ല, 2 തവണയായി ഇനി കൂടി ഭരണത്തിൽ വന്ന ഒരു പക്ഷേ പാർട്ടി തന്നെ തകർന്നു പോകും. അതൊക്കെ ഈ പാർട്ടി അണികൾ കൂടി ശ്രമിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ വിജയം UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും മാത്രം വിജയമല്ല, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഈ പാർട്ടി ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ കൂടി വിജയമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ ഇതൊരു വാർണിംഗ് ബെല്ലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. നേരത്തെ ഞങ്ങൾ തോറ്റിട്ടില്ലേ എന്നുള്ള ചോദിക്കുന്നവരുണ്ട്. പക്ഷെ തോറ്റപ്പോഴൊക്കെ സടകുടഞ്ഞെണീറ്റ് ജനമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ശൈലി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ടായിരുന്നു. ആ ശൈലിയിലേക്ക് അവർ തിരിച്ചു വരുമോ എന്നാണ് അറിയേണ്ടത്. അത് DYFI ആയാലും SFI ആയാലും 10 വർഷമായി ഇവരൊന്നും സമരസംഘടന പോലുമല്ല. CPMൻ്റെതില്ല. ഒരുപക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും KSU ഒക്കെ സമരരംഗത്തുണ്ടായിരുന്നു. അവർ സമരരംഗത്ത് മാത്രമല്ല ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ശൈലി അവർ സ്വീകരിച്ചു. അതിനുള്ള പ്രതിഫലം ആയിട്ടാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു ശൈലി സ്വീകരിച്ചതിൻ്റെ പ്രതിഫലനമായിട്ടാണ് UDFന് വിജയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത് കേരളം ഒരു മാതൃകയാണ്. 2 തവണ ഭരിച്ച 3-ാം തവണ കൂടി CPM അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ കോൺഗ്രസ് തകരുമായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ BJP അടക്കമുള്ള പാർട്ടികൾ ആഗ്രഹിച്ചു എന്ന് പറയുന്നുണ്ട്. എന്തായാലും CPM അധികാരത്തിൽ വന്ന CPM തകരും, കോൺഗ്രസ് അധികാരം പോയാൽ തകരും എന്നുള്ള വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നു. ഇനി നടക്കാനുള്ളത് ജനാധിപത്യത്തിൻ്റെ ഇതിൽ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയും ഒക്കെ തിരഞ്ഞെടുത്ത് ഇതൊക്കെ ഇതിൻ്റേത് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പോകുന്നു, ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ എന്താണ്. ഈ പല രാജ്യങ്ങളും വലിയ രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ ഈ കേരളം എത്രയും സമ്പൽ സമൃദ്ധമായ പ്രകൃതി വിഭവങ്ങളും ടൂറിസം സാധ്യതകളൊക്കെ ഉണ്ടായിട്ട് കേരളത്തിന് ഒരു പരിധി വിട്ട് മുന്നോട്ട് പോകാൻ കുറേ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ കേരളത്തിലെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ മറ്റു രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോവുകയാണ്. കേരളത്തിൽ അവരെ പിടിച്ചു നിർത്താൻ എന്തൊക്കെ കൊണ്ടുവരാൻ സാധിക്കും? ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച്, വിദ്യാഭ്യാസ രീതികൾ, അത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് ഏതൊക്കെ മേഖലകളിൽ നമുക്ക് വികസനം കൊണ്ടുവരാൻ പറ്റും? ഇപ്പോൾ വലിയ ഹാർഡ് കോർ വ്യവസായം ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ ടൂറിസം മേഖലയിൽ, ഫുഡ് പ്രോസസ്സിങ്ങിൽ, അതുപോലെ തന്നെ ആധുനിക കൃഷി രീതികളിൽ, വ്യാവസായിക രീതികളിലൊക്കെ എന്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് AK ആൻ്റണി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പറഞ്ഞത് വിജയിച്ചു എന്നുള്ളത് ശരിയാണ്. ജനങ്ങളുടെ ഹിതമനുസരിച്ചും വികസനം സംബന്ധിച്ചുള്ളൊരു കൺസെപ്റ്റോടെ പോയില്ലെങ്കിൽ ഇതേ തിരിച്ചടി LDFന് ലഭിച്ച തിരിച്ചടി UDFനും ബാധകമാണ് എന്നുള്ള തരത്തിൽ പറയേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ വെല്ലുവിളിയാണ്. കേരളം വലിയ കടക്കണിയിലാണ്. അപ്പോൾ കേരളം മുന്നോട്ട് പോകണമെങ്കിൽ എന്താണ് അവസ്ഥ എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ടി വരും. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തമിഴ്നാട്ടിലെ എല്ലാവരും പ്രവചിച്ചിരുന്നത് അവിടുത്തെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ് സർവേകളൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ സ്റ്റാലിന് തിരിച്ചടി ലഭിച്ചുവെന്ന് മാത്രമല്ല, സ്റ്റാലിൻ്റെ പാർട്ടി 2-ാം സ്ഥാനത്തേക്ക് വലിയ രീതിയിൽ തള്ളപ്പെട്ടിരിക്കുന്നു. ഒറ്റക്കക്ഷിയായി 100-ലേറെ സീറ്റുകൾ നേടി ഇത് വന്നത് സിനിമാ താരം, സൂപ്പർ താരം വിജയിൻ്റെ TVK എന്ന പാർട്ടിയാണ്. ഒരുപക്ഷെ ആരും പ്രവചിക്കാത്തൊരിതായിരുന്നു. ഒരുപക്ഷെ ഏതോ സർവേകളിൽ ഒറ്റക്കക്ഷിയായി തീരുമെന്ന് ഒരു സർവേയിൽ പറഞ്ഞിരുന്നു. പക്ഷെ 107 സീറ്റ് നേടി, 10 സീറ്റും കൂടി കിട്ടിയാൽ ഭരണത്തിലായി. ഒരുപക്ഷെ കോൺഗ്രസും മറ്റ് ചെറിയ കക്ഷികളും പിന്തുണയ്ക്കുമായിരിക്കാം. അണ്ണാ DMK 3-ാം സ്ഥാനത്താണ് 55 സീറ്റുകളോടെ. 70-ലേറെ സീറ്റുകൾ മാത്രമാണ് DMKക്ക് ലഭിച്ചത്, 77ആണെന്ന് തോന്നുന്നു. എന്തായാലും 107 സീറ്റ് നേടിയ വിജയ് ഒരുപക്ഷെ അത് എന്തൊക്കെയാണ് ഈ തമിഴ്നാട്ടിൽ വർക്കൗട്ട് ചെയ്തതെന്ന് അമ്പരപ്പെട്ടു പോകും. കാരണം അവിടെ ദ്രാവിഡ രാഷ്ട്രീയം വന്ന ശേഷം ബ്രാഹ്മണാധിപത്യത്തിനും അതുപോലെ സവർണ ഇതിനുമെതിരെയുള്ള ഒരു പോരാട്ടമായി അത് മാറിയിരുന്നു. കോൺഗ്രസ് പോലും തള്ളപ്പെട്ടു പോയി. അവിടെ അണ്ണാ DMK, MGRൻ്റെ അണ്ണാ DMKയും DMKയും അത് പെരിയോരും അതുപോലെ തന്നെ അണ്ണായും ഒക്കെ കൊണ്ടുവന്ന, അണ്ണാദുരയൊക്കെ കൊണ്ടുവന്ന ഒരു ദ്രാവിഡ മുന്നേറ്റം, അത് കരുണാനിധിയും MGRും ജയലളിതയും ഒക്കെ ഏറ്റെടുക്കുകയായിരുന്നു. പിന്നീടാണ് ഇതിപ്പോൾ സ്റ്റാലിനും ദ്രാവിഡ മുന്നേറ്റത്തിൻ്റെ വക്താവായിരുന്നു കരുണാനിധിയൊക്കെ. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ദ്രാവിഡ മുദ്രാവാക്യം മുഴക്കാതെ ഒരു സിനിമാ താരം വീണ്ടും MGRനെ പോലെ, MGR ദ്രാവിഡ മുന്നേറ്റത്തിൻ്റെത് പറഞ്ഞിരുന്നു, പക്ഷെ അതുപോലും പറയാതെ കടന്നു വന്ന ഇയാൾ എങ്ങനെ ജയിച്ചു എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പല ഫാക്ടേഴ്സ്, അദ്ദേഹം ഒരു ദളിതനാണ് വിജയ്.
ദളിത് രാഷ്ട്രീയം അവിടെ വന്നിട്ടുണ്ട്. ദളിത് ക്രിസ്ത്യനാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ പിതാവ് നിരീശ്വരവാദിയായിരുന്നു. അമ്മ ഒരു ഹൈന്ദവ സമുദായത്തിൽ നിന്ന് വരുന്നതാണ്. ജാതി വെച്ചുള്ളത് നടത്തുന്നില്ല. എന്തായാലും അവിടുത്തെ താഴെ തട്ടിലുള്ള തമിഴ്നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരിൽ വലിയ ചെറുപ്പക്കാരിൽ, സ്ത്രീകളിൽ വലിയ ആവേശം പടർത്താൻ വിജയിന് കഴിഞ്ഞു എന്നുള്ളതാണ്. വിജയ് എന്ന ഒരു താരത്തെ ചുറ്റിപ്പറ്റിയുള്ളൊരു പാർട്ടി, അവിടെ വലിയ നേതാക്കളൊന്നുമില്ല. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മാറി മാറി ഭരിച്ചവരെ മടുത്തു. ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു വോട്ടാണ് തമിഴ്നാട്ടിൽ നടന്നത്. അത് വിജയിനെ അധികാരത്തിലെത്തിക്കുന്നു. അദ്ദേഹത്തിന് 10 സീറ്റിൻ്റെ കുറവുണ്ട്. അതെങ്ങനെയെങ്കിലും സ്വാഭാവികമായിട്ട് അദ്ദേഹം മുന്നണി ഭരണത്തിലേക്ക് എത്താനുള്ള അവകാശവാദം വെച്ചിട്ടുണ്ട്. വിജയ് ഒരുപക്ഷെ MGRനും ജയലളിതയ്ക്കും ശേഷം ഒരു സിനിമാ താരം അവിടെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നു. തമിഴന്മാർ എപ്പോഴും സ്വപ്നം കാണുന്നത് സിനിമയിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ MGR സിനിമയിൽ അഭിനയിച്ചിരുന്ന കാലത്ത് MGRനെ വില്ലന്മാർ വളഞ്ഞിട്ടപ്പോൾ MGRന് കയ്യിൽ ആയുധമില്ല, സ്ക്രീനിലേക്ക് ആയുധം എറിഞ്ഞു കൊടുത്ത ആരാധകരുണ്ട്. അപ്പോൾ ആ തരത്തിൽ വൈകാരികമായി കാണുന്ന തമിഴ് ജനതയ്ക്ക് ഒരുപക്ഷെ വിജയ് എന്നുള്ളത്, വിജയ് എന്താണ് ചെയ്യാൻ പോകണമെന്ന് അറിയില്ല. പക്ഷേ വിജയിന് അല്ലെങ്കിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു പാർട്ടിക്കും അതിൻ്റെ നേതാവിനും ഒരു ചാൻസ് കൊടുത്തിരിക്കുകയാണ്. ബംഗാളിൽ മമതാ ബാനർജി വളരെ ഉരുക്കുമുഷ്ടിയോടെ ഭരിക്കുകയായിരുന്നു. അവിടെ BJP വളരെ തന്ത്രപരമായ നീക്കം നടത്തി വിജയം നേടിയിരിക്കുന്നു. 294 സീറ്റിൽ 200-ലേറെ സീറ്റുകൾ അവർ നേടിയിരിക്കുകയാണ്. 70-ന് അടുത്തുള്ള സീറ്റുകളിലേക്ക്, 79 സീറ്റിലേക്ക് താണ് പോയിരിക്കുന്നു തൃണമൂൽ. അവർ തമ്മിലുള്ള വലിയ പോരാട്ടമാണ് നടന്നത്. അപ്പോൾ തൃണമൂലും മമതയ്ക്ക് വരെ തിരിച്ചടി നേരിട്ടു. മമത തോൽക്കുന്ന അവസ്ഥയുണ്ടായി. മമത തോറ്റു, സ്റ്റാലിൻ തോറ്റു. പിണറായി വിജയൻ കേരളത്തിൽ ജയിച്ചെങ്കിലും ആദ്യത്തെ 6 റൗണ്ടുകളിൽ പിറകോട്ട് പോകുന്ന അവസ്ഥയുണ്ടായി. എന്തായാലും ജനങ്ങളാണ് ഈശ്വരൻ എന്നുള്ളത് ആരും മറക്കാതിരിക്കുന്നതാണ് നല്ലത്. ജനങ്ങൾക്ക് മേൽ ഒരു എന്താ പറയുക, വലിയ രീതിയിൽ പ്രതികരിക്കാൻ പോയാൽ ജനങ്ങൾ അവർക്ക് കിട്ടുന്ന സമ്മതിദാനാവകാശം തിരിച്ചു കുത്തും എന്നുള്ളത് ഇവിടെ വ്യക്തമായിരിക്കുകയാണ്. ആര് ജയിച്ചു വരുന്നു എന്നുള്ളതല്ല, ഭരിക്കുന്നവർക്ക് നേരെയുള്ള വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ജനങ്ങൾ കൊടുക്കും. അപ്പോൾ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ഈശ്വരൻ എന്ന് വ്യക്തമായിരിക്കുന്നു. ഒരുപക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ആസാമിലും പുതുച്ചേരിയിലും മാത്രമാണ് BJP. അതിന് BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ജനവിരുദ്ധ വികാരം ഉണ്ടാകുമ്പോഴും സ്ട്രാറ്റജിക്കലി അത് പണാധിപത്യത്തിൻ്റെ കാര്യത്തിലായാലും അവരുടെ പ്രവർത്തന ശൈലിയുടെ കാര്യത്തിലായാലും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന കാര്യത്തിലായാലും BJPയുടെ തന്ത്രങ്ങൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളെക്കാൾ മുന്നിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ തവണ BJPക്ക് വലിയ നേട്ടമുണ്ടാവുമെന്ന് കേന്ദ്ര 3ാം തവണയും മോഡി സർക്കാർ വന്നപ്പോൾ വലിയ മുന്നേറ്റം ഉണ്ടാവുമെന്ന് പറഞ്ഞെങ്കിലും അത് ഒരു പരിധിവരെ ജനങ്ങൾ സമ്മതിച്ചില്ല. കാരണം 3/2 ഭൂരിപക്ഷമുണ്ടായാൽ ഇന്ത്യയുടെ ഭരണഘടനയെപ്പോലും BJP മാറ്റിക്കളയുമെന്നുള്ള പേടിയുണ്ടായിരുന്നു ജനത്തിന്. അപ്പോൾ ജനങ്ങളെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്, അവർ കൃത്യമായി പ്രതികരിക്കും. ആ പ്രതികരണത്തിൻ്റെ മുമ്പിൽ വലിയ നേതാക്കന്മാരും നേതൃത്വവും രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടക്കൂടുകളൊക്കെ തകർന്നു പോകും. കാരണം രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളിൽ നിന്ന് അകന്നുപോയാൽ ഈ ജനങ്ങൾക്ക് തന്നെ അവർക്ക് അടി കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്ന് മാത്രമല്ല, കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ മുസ്ലിം ലീഗ് എന്ന പാർട്ടി 10 വർഷമായിട്ട് അവർ ജയിച്ചു വരുന്നുണ്ടെങ്കിൽ വലിയ ക്ഷീണത്തിലായിരുന്നു. പക്ഷേ മുസ്ലിം ലീഗ് തിരിച്ചു വന്നിരിക്കുന്നു. കേരള കോൺഗ്രസ്സുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിലയിരുത്തലിൻ്റെ സമയമാണ്. 8 സീറ്റുകളിൽ മത്സരിച്ച് ജോസഫ് ഗ്രൂപ്പ് 7 സീറ്റിൽ വിജയിച്ചു. PJ ജോസഫിന് അത് അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ്. അദ്ദേഹം മാറിക്കൊടുത്ത് മകനാണ് മത്സരിച്ചത്. സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൽ ഇങ്ങനെയുള്ള കൊടുക്കലും വാങ്ങലും പുതിയ തലമുറയെ കൊണ്ടുവരുന്ന കാര്യത്തിലൊക്കെ വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അവർ 2 മന്ത്രിസ്ഥാനങ്ങളൊക്കെ ചോദിച്ചു എന്നുള്ളത് വരുന്നുണ്ട്. പിന്നെ മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടിയാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. 85,000-ൽ കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിക്കുക. കുഞ്ഞാലിക്കുട്ടി പല സമയങ്ങളിലും ഏറ്റവും നല്ല ഭരണാധികാരിയാണ്. ഒപ്പം തന്നെ അദ്ദേഹം ഒരുപാട് വിവാദങ്ങളിലും പെട്ടിട്ടുണ്ട്. പക്ഷെ എല്ലാ കാലത്തും വളരെ കുശാഗ്ര ബുദ്ധിയോടെ മുസ്ലിം ലീഗ് എന്ന ആ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പാണക്കാട് കുടുംബത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന കുഞ്ഞാലിക്കുട്ടിക്ക് ഈ വിജയത്തിൻ്റെ വലിയ ക്രെഡിറ്റ് ഉണ്ട്. ഒപ്പം തന്നെ മുസ്ലിം ലീഗിലെ അവരൊരുമിച്ച് നിർത്തി ഈ ഇലക്ഷനിലുണ്ടായി എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറയുന്നുണ്ട് ഈ ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം. ന്യൂനപക്ഷങ്ങളുടെ മാത്രമല്ലല്ലോ, ഭൂരിപക്ഷത്തിൻ്റെ ഏകീകരണം ഉണ്ടായില്ലേ? അത് ശരിയായിരിക്കാം, പക്ഷെ അത് ഫുള്ളായിട്ടുള്ള ഏകീകരണം ഉണ്ടായോ? സർവേകളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് മുസ്ലിം സമുദായത്തിലും ക്രിസ്ത്യൻ സമുദായത്തിലും 60% UDFന് നിൽക്കുമ്പോൾ 30% ഇപ്പോഴും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നുവെന്നാണ് പറയുന്നത്.
അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഏകീകരിച്ചെന്ന് പറയാൻ പറ്റില്ല. ഭൂരിപക്ഷ സമുദായത്തിൽ ഞാൻ തിരിച്ചു പറയുന്നില്ല, ഒരു പക്ഷേ ഈഴവ സമുദായത്തിലും ദലിത് സമുദായത്തിലൊക്കെ ഒരു പരിധി വരെ ഇപ്പോഴും CPM ബന്ധമുണ്ട്. പക്ഷേ BJP അതിൽ നിന്ന് വോട്ട് ഷെയർ കൊണ്ടുപോകുന്നുണ്ട്. നായർ സമുദായത്തിൻ്റെ ഇതിൽ സർവേകളിൽ വന്നത് ഒപ്പത്തിനൊപ്പം എന്നാണ്, UDF-നും LDF-നും ഒപ്പത്തിനൊപ്പം. പക്ഷേ അവിടെയും UDF-ന് അനുകൂലമായിട്ടുള്ള ട്രെൻഡ്. അപ്പോൾ അതുകൊണ്ട് ഇത് ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഗീയമായി എഴുതി തള്ളേണ്ട കാര്യമില്ല. ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷവും ജാതി മാത്രമല്ല, ഇതൊരു സെക്കുലർ പൊളിറ്റിക്സാണ് ഇവിടെ ഉണ്ടായിരിക്കുന്ന. ഒരു വലിയ കൊടുങ്കാറ്റ് സുനാമിയാണ് ആഞ്ഞടിച്ചത്. അത് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറത്ത് കേരളം എന്നുള്ള രീതിയിൽ മലയാളി ചിന്തിച്ചതിൻ്റെ പ്രതിഫലനമാണ് കണ്ടത്. അതിനെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ബോക്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചട്ടക്കൂടിലോ പെടുത്തിയിട്ട് ഇത് മുസ്ലിമും ക്രിസ്ത്യാനിയും വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ കഥയില്ല. അതിൽ നായരും ഈഴവനും ദളിതനും അവരൊക്കെ മലയാളികളും അവരൊക്കെ മനുഷ്യരുമാണല്ലോ. ഇപ്പം നമ്മൾ പലപ്പോഴും വിലയിരുത്തുമ്പോൾ ആ തരത്തിലുള്ള വിലയിരുത്തൽ നടത്തുന്നതിന് കഥയില്ല. കാരണം 5 തൂത്തുവാരിയ ജില്ലകളിൽ ഇപ്പോൾ മലപ്പുറം മാത്രമല്ലല്ലോ, വയനാട് തൂത്തുവാരിയില്ലേ, എറണാകുളം തൂത്തുവാരിയില്ലേ, കോട്ടയം, ഇടുക്കി ഒക്കെ ഒരുപക്ഷെ അത് ന്യൂനപക്ഷങ്ങൾക്ക് മുൻതൂക്കമുള്ള ജില്ലകളാണെന്ന് പറയാം. പക്ഷെ അതുകൊണ്ട് തീരുന്നുണ്ടോ? കോഴിക്കോട് ന്യൂനപക്ഷങ്ങൾക്കല്ലല്ലോ ഭൂരിപക്ഷമുള്ളത്. അവിടെ തൂത്തുവാരിയിൽ ഒരു സീറ്റാണ് ലഭിച്ചത്. അതുപോലെ മറ്റ് ജില്ലകളെടുക്കുമ്പോൾ കൊല്ലത്ത് നമുക്കറിയാം ഭൂരിപക്ഷ സമുദായത്തിന് വലിയ സ്വാധീനമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ വേരുകളുള്ള സ്ഥലത്താണ് കൊടുങ്കാറ്റടിച്ചത്. കൊല്ലത്ത്, ആലപ്പുഴയിൽ, പത്തനംതിട്ടയിൽ ഒക്കെ വലിയ രീതിയിലുള്ള പ്രകടനങ്ങളുണ്ടായി. അപ്പം അതുകൊണ്ട് ഇതൊരു ജാതിയുടെയോ മതത്തിൻ്റെയോ കോണിൽ ഒതുക്കേണ്ട കാര്യമില്ല. ഇത് ഭരിക്കുന്ന പാർട്ടിക്കും അല്ലെങ്കിൽ മുന്നണിക്കുമെതിരായിട്ടുള്ള ഒരു പൂഴിക്കടകൻ പ്രയോഗമാണ് ജനം നടത്തിയത്. അതിന് ആ തരത്തിൽ കണ്ട് മാറ്റത്തിന് തയ്യാറായാൽ തോൽവി സമ്മതിച്ചവർക്കും അതുപോലെ തന്നെ ഇനി അധികാരത്തിൽ വരാനിരിക്കുന്നവർക്കും ഇതൊരു വാണിംഗ് ആണ്, ജനങ്ങളുടേതാണ്. നിങ്ങൾ നന്നായി ഭരിച്ചാൽ നിങ്ങൾക്ക് വീണ്ടും വരാൻ നോക്കാം, ഇല്ലെങ്കിൽ ജനങ്ങളുടെ താണ്ഡവത്തിന് മുമ്പിൽ ഈ ചീട്ടുകൊട്ടാരങ്ങളൊക്കെ തകർന്നു വീഴുന്നത് പോലെ തകർന്നു വീഴുന്ന അവസ്ഥയുണ്ടാവും. അപ്പോൾ ജനങ്ങളാണ് ഈശ്വരൻ ജനാധിപത്യത്തിൽ എന്നത് വീണ്ടും അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്.